എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വീഡിയോ ആണ്. കുറേ പേരോട് ചോദിച്ച ഒരു വീഡിയോയും കൂടെയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പം എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്രണ്ട്സിന് തന്നെയല്ല, ഫാമിലിയിലുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാനൊരു 12 എന്ന് പറഞ്ഞൊരു സംഖ്യയുടെ വീഡിയോ ഇട്ടായിരുന്നു. അത് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടി കേട്ടോ. ഒത്തിരി പേര് വന്ന് കമൻറ്റ് ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കഴിഞ്ഞ ദിവസം കൂടെ ഒരു കുഞ്ഞിൻ്റെ അമ്മ ഇട്ടായിരുന്ന മോൻ ആ ആളുടെ പ്ലസ് ടുവിനായിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് വന്നപ്പം ജയിക്കുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഈ 12 എഴുതി ആ ഒരു വിശ്വാസത്തിലിരുന്ന് പാസ്സായെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. നമ്മൾ വിശ്വസിച്ചൊരു കാര്യം ചെയ്താൽ 100% ഉറപ്പാണ് നടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റമില്ല. നമ്മൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ സംശയത്തോടു കൂടി ഇത് ശരിയാകുമോ, അല്ലെങ്കിൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മളത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് ശരിയാകാതെ വരുന്നത്. പക്ഷെ നമ്മളൊരു വിശ്വാസത്തോടുകൂടി, അത് നമ്മുടെ ആവശ്യം വലുതാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് വിശ്വസിച്ച് പോകും. അത് സത്യമുള്ള കാര്യമാണ്. നമുക്ക് ആവശ്യം അതുപോലെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെങ്കിൽ നമുക്കത് നടന്നേ പറ്റൂ, നമുക്കത് കിട്ടണം എന്ന് നമുക്ക് അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ അതുപോലെ ആത്മാർത്ഥത കാണിക്കും. അന്നേരം നമുക്കത് സാധിച്ചു കിട്ടും. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, 12 എഴുതിയപ്പോഴത്തേക്ക് ഒത്തിരി പേര് പറഞ്ഞു 12 നമ്മൾ എഴുതി കഴിയുമ്പോഴത്തേക്ക് 21 ദിവസം എഴുതണമല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു പോകുന്നു, വിട്ടുപോകുന്നു. അങ്ങനെ ഒത്തിരി പേർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എനിക്കും വന്നായിരുന്നു കേട്ടോ. ഞാനും ആദ്യം 2 പ്രാവശ്യം എഴുതിയതിന് ശേഷമാണ്, 3ാമത്തെ പ്രാവശ്യമാണ് ഞാനത് ഒന്നുള്ള ഉറപ്പോടുകൂടി തന്നെ ഞാൻ മുന്നോട്ട് പോയത്. ആദ്യം വിശ്വാസം ഇല്ലാതാണ് എഴുതിയത്. രണ്ടാമത് ഞാൻ ഓർത്ത് എന്നാണ് നമ്മൾ വിശ്വസിച്ച് എഴുതണം. അന്നേരം തടസ്സം വന്ന്, എൻ്റെ കാര്യമാണ്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു ഒന്ന് എഴുതി തീർക്കാനായിട്ട്. നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തടസ്സങ്ങളായിരിക്കും എന്ന് പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഭയങ്കര തടസ്സമായിരുന്നു ഈ 12 എഴുതി ആ കാര്യം ഒന്ന് സാധിച്ചു കിട്ടാനായിട്ട്. അതിനുവേണ്ടി ശരിക്കും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതുപോലെ ഇതായിട്ട് നിന്നിട്ടാണ് എനിക്കൊന്ന് ശരിയായി കിട്ടിയത് കേട്ടോ. അപ്പം ഇന്നത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ 12 എഴുതുന്നത് എല്ലാവരും നമുക്ക് സമയമുണ്ട് അതിന്. പിന്നെ നമ്മൾ ഇത് എഴുതാനായിട്ട് നമ്മൾ മറന്നു പോയെങ്കിൽ പിന്നെ നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ് പറയാം കേട്ടോ. എന്നോട് ഒത്തിരി പേര് ഇപ്പോഴും കമൻറ്റ് ചോദിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. ഇന്നത്തെ വിഷയം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു കാര്യത്തിന് നമ്മൾ പോകുമ്പോൾ നമുക്കത് അന്നേരം തന്നെ സാധിച്ച് കിട്ടണമെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള കാര്യങ്ങൾ കാണാം. ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും, ചിലപ്പോൾ ഒരു ചിട്ടിയുടെ ആയിരിക്കും, ചിലപ്പോൾ നമ്മളൊരു വസ്തു കച്ചവടത്തിന് പോകുന്നതായിരിക്കും, ചിലപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുന്നതായിരിക്കും, ഒരു വസ്തു നമ്മൾ വാങ്ങിക്കാൻ പോകുന്നതായിരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്കത് കിട്ടണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് ഇതാകും. ആ സമയങ്ങളിൽ നമുക്ക് ഈ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ പറഞ്ഞു കൊടുത്തു, അവർക്ക് റിസൾട്ട് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്തത്. കാര്യം എന്നോട് ഈ 12 എല്ലാം വേറെ ഉണ്ടോ എന്ന് എൻ്റെ ഒത്തിരി പേര് ചോദിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിരുന്നു. പക്ഷേങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഞാൻ ആ നമ്പർ ചെയ്ത് നോക്കിയില്ലായിരുന്നു. പക്ഷെ വേറൊരാൾ, ഞാനിപ്പം ഈ 12 ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ നമ്പർ ചെയ്ത് നോക്കാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല കേട്ടോ. നമുക്ക് ഈ ഇങ്ങനെ ഓരോ ഏഞ്ചൽ നമ്പരൊക്കെ പറയുന്നവർ പറഞ്ഞു തരുന്നതിൽ നിന്ന് എടുത്താണ് ഞാനും പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് നിങ്ങളെയും കൂടെ കാണിക്കുന്നത്. അപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഈ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും, ഒന്ന് പറഞ്ഞു തീർക്ക് വേണ്ടപ്പോഴേന്നുണ്ട്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 69 എന്നാണ്, 69 എന്നാണ് എഴുതേണ്ടത്. അത് നമ്മുടെ ഈ മോതിരവള്ളി, ഇത് ഞാനൊന്ന് പ്രധാനമായിട്ട് പറഞ്ഞോട്ടെ. ഇതെൻ്റെ ക്യാമറയുടെ ഫ്രണ്ട് ക്യാമറയിലൂടെ ഞാൻ എടുക്കുമ്പോൾ വലത്ത് വലത്തായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ട്. ഇതാണ് എൻ്റെ ഇടത്തെ കൈ. ഇതുണ്ട്, കയ്യിലാണ് ഞാൻ നഖം വളർത്തിയിരിക്കുന്നത്. ഇത് ഞാൻ നഖം വളർത്താത്ത കൈയാണ്. ഇത് ഞാൻ ഫുഡ് കഴിക്കുന്ന കൈയാണ്. ഈ കൈയെ ചാർട്ട് വെക്കണം. ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും എനിക്ക് ആ വീഡിയോയ്ക്ക് കമൻറ്റ് വരുന്നുണ്ട്, ചേച്ചി ഇടത്തെ കയ്യിലെന്ന് പറഞ്ഞിട്ട് വലത്തെ കയ്യിലാണ് എഴുതി കാണിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ അത് അറിയാവുന്നവർ പറയുന്നുണ്ട്. ഞാൻ ആ വീഡിയോയ്ക്ക് കമൻറ്റ് പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്, അതങ്ങനെയല്ല എന്നും പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക. പിന്നെ നമ്മുടെ ഇടത്തെ കയ്യിലെ ഈ മോതിരവിരലാണ്. ഈ മോതിരവിരലെന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി കടാക്ഷമുള്ള വിരലെന്നാണ് പറയുന്നത് ഈ വിരലിന്. അതുകൊണ്ടാണ് ഇത് നമ്മൾ കല്യാണ മോതിരം ഇടുന്നത്, എല്ലാം ചെയ്യുന്നത് ഈ ഒരു വിരലിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിരലിൽ ഈ ഏഞ്ചൽ നമ്പർ എഴുതുകയും ചെയ്യുന്നത്. എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, ഈ മോതിരവിരലെ തന്നെ എഴുതണോ വേറെ വിരലിൽ എഴുതണമെന്ന് ചോദിച്ചു. നിങ്ങൾ ഈ വിരലെ തന്നെ വേണം എഴുതാനായിട്ട്, വേറെ ഏത് വിരലിൽ എഴുതിയാലും പറ്റത്തില്ല. അത് നമ്മുടെ ഇടത്തെ കയ്യിൽ മോതിരവിരലെ തന്നെ എഴുതുകയും ചെയ്യണം. പിന്നെ ഈ കയ്യെ മോതിരം കിടക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മോതിരം കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മോതിരം കിടക്കുന്നതുകൊണ്ട് ഇപ്പുറത്തോട്ട് നമ്മളങ്ങനെ എഴുതി, ഒത്തിരി ഒന്നും ഇല്ലല്ലോ. ഒരു 12 ഒരു 4 സംഖ്യയല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുന്ന ഈ നമ്പറാണേലും 2 സംഖ്യയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ വിരലെ തന്നെ എഴുതണം. അപ്പം ഈ വിരലിൽ എഴുതേണ്ടത് 69 എന്നാണ് നമ്മൾ എഴുതേണ്ടത്.
6:9 എന്ന് എഴുതുമ്പോൾ നമ്മൾ വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥിച്ചുകൊണ്ടും വേണം എഴുതേണ്ടത്. നമുക്ക് ഏത് ദൈവത്തോടാണോ കൂടുതൽ വിശ്വാസം, എല്ലാ മനുഷ്യർക്കും ഒരു ദൈവത്തോട് വിശ്വാസമുണ്ട്. എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമാണ്, ഞാൻ എന്നെ വന്നാലും എൻ്റെ മാതാവേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അയ്യപ്പനെ വിശ്വാസമുള്ളവരുണ്ട്, ശിവഭഗവാനെ വിശ്വാസമുള്ളവരുണ്ട്, കൃഷ്ണനെ വിശ്വാസമുള്ളവരുണ്ട്, അങ്ങനെ ദേവിയെ വിശ്വാസമുള്ളവരുണ്ട്. അങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ആ ദൈവത്തെ നമ്മൾ മനസ്സിൽ ചിന്തിച്ച് ആ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ നമ്പർ എഴുതാനായിട്ട്. എനിക്കിത് സാധിച്ച് കിട്ടണം, എനിക്കിത് കിട്ടും വിശ്വാസം എന്നുള്ള രീതിക്ക്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 12 എഴുതുമ്പോഴത്തേക്ക് നമുക്ക് അരമണിക്കൂർ നമ്മുടെ കയ്യിൽ ഇത് വെച്ചതിന് ശേഷം തന്നെ മാഞ്ഞ് പൊക്കോട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല. ഇത് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അന്നേരം നമ്മളിത് മായ്ച്ച് കളഞ്ഞേക്കണം. അത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പിന്നെ ഇത് നമ്മൾ ഏത് ഇതിൽ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ, മഷിയിൽ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ പച്ച മഷി കൊണ്ട് എഴുതാം, നീല മഷി കൊണ്ട് എഴുതാം. കാര്യം ഈ പച്ച മഷി കൊണ്ട് എഴുതുന്നതാണ് നമുക്ക് റിസൾട്ട് ഒന്നും കൂടെ കിട്ടുന്നിട്ട് ഇതായിട്ടുള്ളത്. പച്ചമഷി ഇല്ല എന്നുണ്ടെങ്കിൽ നീല മഷി കൊണ്ട് നിങ്ങൾ എഴുതുക. പക്ഷെ പച്ചമഷിയാണ് ഏറ്റവും നല്ലത് എഴുതാനായിട്ട്. അങ്ങനെ ഈ വിരലിൽ എഴുതുക. പിന്നെ നമ്മളിത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ പോവുക. എൻ്റെ ഫ്രണ്ട് പോയത് അവൾക്കൊരു ചിട്ടി കിട്ടാനുണ്ടായിരുന്നു. ആ ചിട്ടി അവൾക്ക് ഈ പ്രാവശ്യം പിടിച്ചാലേ അടുത്ത പ്രാവശ്യം അത് കിട്ടുകയുള്ളൂ. അത് അങ്ങനെ അവൾക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് അത് ആവശ്യമാണ്. സ്കൂൾ തുറക്കുന്നു, കാര്യങ്ങൾ ഒരുപാട് വരുന്നു. അപ്പം അതിന് അത്രയ്ക്ക് അത്യാവശ്യമാണ്. ഇതിന് മുമ്പേ കുറേ പ്രാവശ്യം ചിട്ടി പിടിക്കാൻ നോക്കിയിട്ടും അത് കിട്ടിയില്ല. അപ്പം എന്നോട് പറഞ്ഞു ഈ പ്രാവശ്യത്തിൽ എനിക്കത് കിട്ടിയില്ലെങ്കിൽ നടക്കത്തില്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടൊന്ന് നീ പോകുന്നതിന് മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പേ നിൻ്റെ കയ്യിൽ അത് എഴുതി വെച്ച് നീ വീട്ടിൽ നിന്ന് ഇറങ്ങാം, പ്രാർത്ഥിച്ചുകൊണ്ട് ഇറങ്ങിച്ച് ആ കൈ കൊണ്ട് തന്നെ നമ്മൾ ചിട്ടി പൈസ കൊടുക്കുമല്ലോ, ആ കൈ കൊണ്ട് തന്നെ ചിട്ടി പൈസ അങ്ങ് കൊടുത്തേച്ച് നീ അത് വെയിറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് നിനക്ക് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അവൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, എടി എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല, എൻ്റെ ചിട്ടി അടിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പെട്ടെന്നൊരു കാര്യം സാധിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടി പെട്ടെന്ന് നമുക്കത് പോയേ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാവുന്നതാണ്. അതിപ്പോൾ നമ്മൾ എന്നാ കാര്യത്തിന് പോയാലും നമ്മുടെ ഈ വിരലിൽ എഴുതുക. ഒരു 5 മിനിറ്റ് മുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പം നമ്മൾ ആ കാര്യത്തിന് ഇറങ്ങുക, ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ പോലും വീട്ടിൽ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പേ നമ്മൾ അങ്ങ് എഴുതിയേക്കാം. അതിപ്പോൾ വീട്ടിൽ നിന്നല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് നിൽക്കുന്നെങ്കിൽ പോലും നമുക്ക് ആ കാര്യത്തിന് പോകണം എന്നോർത്തിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ പുറത്ത് വെച്ചായിരിക്കും അതിനൊന്ന് പോയാലോ അല്ലെങ്കിൽ അതൊന്ന് ശ്രമിച്ചാലോ എന്ന് ചിന്തിക്കുന്നത്. ആ സമയത്താണെങ്കിലും നിങ്ങൾ ആ പോകുന്ന കാര്യത്തിന് തൊട്ട് മുമ്പേ ഒരു 5 മിനിറ്റ് മുമ്പേ നമ്മുടെ കയ്യിൽ അത് എഴുതുക. നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നതിന് മുന്നേ എഴുതി വെച്ച് നിങ്ങൾ അവിടെ ചെന്ന് ആ കാര്യങ്ങൾ നിങ്ങൾ പറയുക. നിങ്ങൾക്കത് സാധിച്ച് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ ആ നമ്പർ അത് കഴിയുമ്പോഴത്തേക്ക് മായ്ച്ച് കളഞ്ഞേക്കണം. കൈ വെച്ചുകൊണ്ടിരിക്കരുത്. അത് കഴുകി കളയുവോ അല്ലെങ്കിൽ നല്ലപോലെ തുടച്ച് കളയുവോ കയ്യിൽ നിന്ന് മായ്ച്ച് കളഞ്ഞേക്കണം. അത് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഈ ഒരു നമ്പർ, ഈ 6-9 എന്നുള്ള നമ്പർ, 12-12 ഇങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. ഈ ഒരു നമ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ നമ്പർ കയ്യിൽ എഴുതിക്കൊണ്ട് പോയി നിങ്ങളുടെ ആവശ്യം ഇത്തിരി പോയാൽ ഉറപ്പായിട്ടും നടന്നിരിക്കും. നമുക്ക് വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ പോയി അത് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടുകയേ വേണ്ട. അതിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അതിനുള്ള കാര്യങ്ങൾ നടന്ന് നിങ്ങൾക്കത് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും. അന്ന് തന്നെ സാധിച്ചു കിട്ടിയിരുന്നപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ട. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത് കയ്യിൽ എഴുതുന്ന സമയത്ത് നമുക്ക് നോയമ്പോ കാര്യങ്ങളോ യാതൊന്നുമില്ല. അത് ഞാൻ എടുത്ത് പറയണം. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, രാവിലെ കുളിച്ചേച്ച് വേണോ ഇത് എഴുതാനായിട്ട്? അങ്ങനെയൊന്നുമില്ല. നമുക്കിതൊരു ഏഞ്ചൽ നമ്പറാണ്. ഇതിന് യാതൊരുവിധ നോയമ്പും കാര്യങ്ങളും പെണ്ണുങ്ങളുടെ പീരീഡ്സ് ആകുന്ന സമയങ്ങളോ അങ്ങനെ ഒന്നും പ്രശ്നമല്ല. നമുക്ക് ഇത് എഴുതിക്കൊണ്ടിരിക്കാം, യാതൊരു കുഴപ്പമില്ല. പിന്നെ ചിലർക്ക് ചില വിശ്വാസമുണ്ട്, രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമേ, അങ്ങനെ വിശ്വാസമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഈ കുളിച്ചേച്ചൊക്കെ ചെയ്താൽ നമുക്കത് ശരിയാവുള്ളൂ. പിന്നെ ചിലർക്കുണ്ട് ഇന്ന ദിവസം തുടങ്ങിയാൽ നമുക്ക് നല്ലതായിട്ട് തീരും, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനും അതൊക്കെ നോക്കാറുണ്ട് കേട്ടോ, നല്ല ദിവസം നോക്കാറുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, അഷ്ടമിക്ക് ഞാൻ ഒന്നും ചെയ്യാറില്ല കേട്ടോ. ഇങ്ങനെയുള്ള നമുക്കൊരു കാര്യം സാധിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നവരെ അഷ്ടമിക്ക് ഞാൻ ചെയ്യാറില്ല. കാര്യം എനിക്ക് അനുഭവമുണ്ട്, അത് കഷ്ടകാലത്തിലേ തീർന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അഷ്ടമിക്ക് ചെയ്യാത്തത്. അഷ്ടമി ഞാൻ കലണ്ടറിൽ നോക്കും, അങ്ങനെയുള്ള ദിവസങ്ങളാണെങ്കിൽ ചെയ്തില്ല. അത് എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് കേട്ടോ, അന്ധവിശ്വാസമല്ല. അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ. അഷ്ടമിക്ക് തുടങ്ങുന്ന എല്ലാം കഷ്ടകാലത്തിലേ നിൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു വണ്ടി എടുക്കുമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു കാര്യം വന്നാലും ഞാൻ പറയും, ഒരു ആശുപത്രി കേസിട്ടാണെങ്കിൽ പോലും പറയും നമുക്കിന്ന് പോകണ്ട, നാളെ പോയാൽ മതി എന്ന് പറയും. അപ്പോൾ സത്യമാണ്, അഷ്ടമിക്ക് പോയാൽ അത് കഷ്ടകാലത്തിലേ തീരുള്ളൂ. എൻ്റെ അനുഭവമാണ് കേട്ടോ. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ കയ്യിൽ എഴുതുമ്പോൾ നമ്മൾ ആരോടും പറയാതിരിക്കുക. ഞാൻ ഇന്ന കാര്യത്തിന് എഴുതിയതാണെന്നും അതെനിക്ക് സാധിച്ചു കിട്ടിയെന്നും പറയാതിരിക്കുക. നമുക്ക് കാര്യം സാധിച്ചെന്ന് പറയാം, പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു വല്ലാത്ത ചുമ കേട്ടോ. ഒരു മിനിറ്റ്.
അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് നമ്മളിത് പറയാതിരിക്കുക. നമ്മളെ ചിരിച്ച് കാണിക്കുന്നവരെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരല്ല. അത് നമ്മുടെ ബന്ധുക്കളായാലും നമ്മളെ അറിയാവുന്നവരായാലും നമ്മുടെ അടുത്തുള്ളവരെല്ലാം ആരും നമ്മളോട് ഈ ചിരിച്ച് കാണിക്കുന്നവരാരും നമ്മളോട് ചിലപ്പോൾ നമ്മളോട് വൈരാഗ്യം കാണിച്ചിരിക്കുന്നവർക്കായിരിക്കും ചിലപ്പോൾ നമ്മളോട് ഒന്നും കൂടെ സ്നേഹം. ഈ ചിരിച്ച് കാണിക്കുന്നവരെടുത്തോട്ട് ഞാനിത് എഴുതി, അതിപ്പോൾ 12 ആണെങ്കിലും ഈ 69 ആണെങ്കിലും ഞാനിത് എഴുതി, എനിക്ക് ഈ അത് കിട്ടി, ഇത് കിട്ടി, മറ്റേത് കിട്ടി, മറിച്ചത് കിട്ടി, എല്ലാം നമ്മൾ വിശദമായിട്ട് നമ്മുടെ സന്തോഷത്തിന് ചിലപ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. പക്ഷേ അവരുടെ മനസ്സിൽ അവർ നിമിഷം ചിന്തിച്ചാൽ മതി, ഇവർക്ക് ഇത്രയൊക്കെ കിട്ടിയോ, ഇതിങ്ങനെ എഴുതിയിട്ടാണോ കിട്ടിയത്. അത് കരുനാക്കും കൂടെ ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർന്നു നമ്മുടെ ഭാഗ്യം, അവിടെ തീർന്നു നമ്മുടെ കഷ്ടകാലം. പിന്നെ അവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിത് എല്ലാവരോടും എന്നത്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയാതെ. എനിക്കൊരു ആവശ്യമുണ്ട്. ഇപ്പോൾ കമൻറ്റ് ബോക്സിലാണെങ്കിൽ പോലും ഒത്തിരി പേര് എഴുതുന്നുണ്ട്, ഞാൻ ഇന്നതിന് വേണ്ടി എഴുതിട്ട്. അങ്ങനെ നമ്മൾ പറയണ്ട. നിങ്ങൾക്ക് ഏറ്റവും സാധിക്കാനുള്ള കാര്യം ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ പറയുക. പിന്നെ ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം തന്നെ, എൻ്റെ ഒരു കൂട്ടുകാരി എന്ന് പറഞ്ഞു, അത് പേര് ഞാൻ പറയുന്നില്ല, ഒന്നും പറയാതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. പിന്നെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാലും എനിക്ക് എന്നതാണ് ശരിയായെന്ന് ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം, അത് ഉറപ്പായിട്ടും പറയും. ഒരു കാര്യം ഞാൻ അത് നിങ്ങളോട്, അത് മറ്റുള്ളവർക്ക് ഒന്നും കൂടെ നല്ല വിശ്വാസം വരാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത്. അത് ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. കാര്യം അതുപോലെ പ്രശ്നത്തിൽ നിന്ന കാര്യം അത്രയ്ക്ക് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് അത് ഞാൻ പറയാമെന്ന് പറയുന്നത്. അത് ഞാൻ ഉറപ്പായിട്ടും പറയും. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിൽ എഴുതുമ്പോൾ ചോദിക്കും, ഇതെന്താ കയ്യിൽ എഴുതിക്കുന്നത് പറഞ്ഞാൽ അതൊരു ഏഞ്ചൽ നമ്പറാണ്, എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ എഴുതിയേക്കുന്നത്. അത്രയും നമ്മൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണോ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾക്ക് സാധിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ എഴുതിക്കോ എന്ന് പറയാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്പർ നിങ്ങൾ ആവശ്യമില്ലാതെ ദോഷമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. കാര്യം ഒത്തിരി പേര് കമൻറ്റിൽ ഓരോന്നും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരാളുടെ നാശത്തിന് വേണ്ടിയും ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയും നമ്മളിത് ചെയ്യാതിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചടി നമുക്ക് ഭയങ്കര ഇതായിട്ടായിരിക്കും വരുന്നത്. നമ്മളെ നശിപ്പിച്ച് പിന്നെ അത് പോവുകയുള്ളൂ. അത് നിങ്ങൾ ചിന്തിക്കുക. വശീകരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഇട്ടിട്ടുണ്ട്. എന്നത്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാ മനുഷ്യർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കൂടുതലുള്ളത്. എല്ലാ മനുഷ്യർക്കും നമ്മുടെ കയ്യിൽ എത്ര കിട്ടിയാലും നമുക്ക് തികയാത്തൊന്നും പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എന്നാണെങ്കിലും നമുക്ക് മതി, നമുക്ക്. പക്ഷേ സാമ്പത്തികം എത്ര കിട്ടിയാലും നമുക്ക് തികയില്ല. കാര്യം ആവശ്യങ്ങൾ നമുക്ക് മുന്നോട്ട് കിടക്കുകയാണ്. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നതും കൂടെ ഒക്കെ ആയാലും ഇപ്പോൾ പിള്ളേരെയൊക്കെ ഒന്ന് പഠിപ്പിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. അതിന് ലക്ഷങ്ങൾ മുടക്കിയാലേ നമുക്ക് അവർക്കൊരു ഭാവി ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ മനുഷ്യരും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒരു കിടപ്പാടത്തിന് വേണ്ടി അങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും നിങ്ങൾ ദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും കേട്ടോ. അതിനൊരു മാർഗ്ഗം ദൈവമേ. ഇപ്പം നമുക്കൊരു അസുഖം വന്നു, എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു അസുഖത്തിന് പറ്റുമെന്ന് ചോദിച്ചു. അസുഖത്തിന് പറ്റുമെന്ന് ചോദിച്ചാൽ നമ്മളിത് കയ്യിൽ എഴുതുക. എൻ്റെ ഈ അസുഖം മാറി കിട്ടാനായിട്ട് എനിക്ക് അതിനൊരു വഴി കാണിച്ചു തരണേ ദൈവമേ എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഇതും നമ്മൾ എഴുതിക്കൊണ്ട് വീട്ടിൽ ഇരുന്നിച്ച് എൻ്റെ അസുഖം മാറ്റി തരണേന്ന് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതിനുള്ള വഴികളാണ് നമുക്ക് തെളിഞ്ഞു കിട്ടുന്നത്. അതിനാണ് നമ്മൾ ഈ ഒരു ലക്കി നമ്പർ എഴുതുന്നത്. നമുക്ക് അതിനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടിയാൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും, തടസ്സങ്ങൾ ഉണ്ടാകുകയില്ല. അതാണ് വേണ്ടത്. എല്ലാവരുടെയും ഞാൻ അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞാനിത് എഴുതി വീട്ടിൽ ഇരുന്നേച്ച് എനിക്കിത് വീട്ടിൽ കൊണ്ട് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ല ഇരുന്നത്. അതിനുള്ള ഒരു വഴി എനിക്ക് ആരിലൂടെയെങ്കിലും എനിക്കൊന്ന് തെളിയിച്ച് തരണേന്ന് പറഞ്ഞു എൻ്റെ ഒരു ആവശ്യത്തിന്. പക്ഷേ അത് ഞാൻ എഴുതി അധികം ആകുന്നതിന് മുമ്പേ എനിക്ക് ഒരാളിലൂടെ അതിനുള്ള വഴി കിട്ടി. ഞാനതവിടെ പോയി. അത് ഞാൻ പറയാം നിങ്ങളോട്, അത് വിശദമായിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ മൊത്തം പറഞ്ഞു. അതുകൊണ്ടാണ് അത് ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് എഴുതാനായിട്ടുള്ളത്. നിങ്ങളിത് എഴുതിയതിന് ശേഷം ഇത് കയ്യിൽ നിന്ന് മായ്ച്ച് കളയുക. ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ വിശ്വാസത്തോടു കൂടി എഴുതുക. അത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ആദ്യമേ തന്നെ കാര്യങ്ങളെല്ലാം പറയുന്നത്. പിന്നെ 12-12 കാര്യവും ഇതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മൾ യാതൊരു നോയമ്പും ഇല്ല. അതിന് നമുക്ക് നോയമ്പില്ലാതെ എഴുതാം. പിന്നെ രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് അതിൻ്റെ സമയം. രാവിലെ 6 മുതൽ 7 മണി എന്ന് പറഞ്ഞാൽ നമ്മൾ 7 മണിക്ക് മുന്നേ എഴുതിയിരിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഒരു അലാറം വെക്കുക. അന്നേരം നമുക്ക് അലാറം അടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഇന്ന സമയത്ത് നമ്മളിത് എഴുതണമെന്നല്ല. നമ്മൾ മിക്കവരും മറന്നു പോകും, വീട്ടിലെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക്. ഞാനും അങ്ങനെ തന്നെയാണ് മറന്നുപോയത്. പക്ഷേ ഞാൻ പിന്നെ അലാറം വെച്ചിട്ടല്ല കേട്ടോ. ഞാൻ അലാറം വെക്കാതെ വിശ്വാസത്തോടു കൂടി തന്നെ ഞാനത് ഇപ്പം അതെനിക്കൊരു ശീലമായി. നമുക്കത് സാധിക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ സന്തോഷമാണ് അത് എഴുതി തീർക്കാനായിട്ട്. അപ്പോൾ 20 ദിവസം എഴുതി തീർക്കണം എനിക്ക്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു പറയാൻ വന്നേ,
നോയമ്പും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം. ഈ 7 മണി കഴിഞ്ഞ് നിങ്ങൾ എഴുതാൻ നിൽക്കില്ല. പിന്നെ ഗൾഫിലുള്ളവരൊക്കെ ചോദിച്ചു ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചു. ഗൾഫിലുള്ളവരോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ടൈം നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് അവിടെ രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയം നിങ്ങൾ ചെയ്യും. അതിന് കുഴപ്പമില്ല. നമ്മൾക്ക് ആ ഒരു ടൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ. അപ്പം നിങ്ങളുടെ സമയം നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് കൂട്ടി ചെയ്യുക. അല്ലാതെ നമ്മുടെ നാട്ടിലെ സമയം വെച്ച് നിങ്ങൾ നോക്കണമെന്നില്ല. പിന്നെ പറയാനായിട്ടുള്ളത് പിന്നെ എന്നായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് ഒത്തിരി പേര് ഓരോന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. അതെല്ലാം ഇങ്ങനെ ഓർത്തോർത്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ എന്നോട് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരുടെയും പേര് ഓർമ്മയില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. ഇന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കാര്യം സാധിച്ചു കിട്ടണേ എന്നും പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിന്നെ പറയാനുള്ളത് ഞാൻ എല്ലാവരുടെയും കമൻറ്റിന് റിപ്ലൈ തരുന്നുണ്ട്. ആരുടെയൊക്കെ കമൻറ്റ് റിപ്ലൈ തരാൻ താമസിച്ചാലും നിങ്ങൾക്ക് പിണക്കം തോന്നരുത് കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും തന്നിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ റിപ്ലൈ തന്നിരിക്കും കേട്ടോ. അറിയാൻ മേലത്താണെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഒരു സ്റ്റിക്കർ ഇട്ടേച്ച് പോകുന്നത്. പിന്നെ നിങ്ങൾ എന്നോട് താങ്ക്സ് പറയുന്നവർക്ക് ഞാനൊരു സ്റ്റിക്കർ മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ ഇടുന്നുണ്ട്. നമ്മളോട് എന്തെങ്കിലും സംശയം ചോദിക്കുന്നവർക്ക് എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുവന്ന്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ നിങ്ങളെയും കൂടെ ഞാൻ അറിയിക്കാം. നിങ്ങൾക്കത് ഉപകാരമാവുമെങ്കിൽ എനിക്ക് സന്തോഷം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.